കൊല്ലം സുധിയുടെ നടക്കാതെ പോയ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീടെന്ന സ്വപ്നം. ഇപ്പോൾ അത് പൂർത്തിയായി. രേണുവിന് വീടിന്റെ താക്കോൽ കൈമാറി വീടിന്റെ പാലുകാച്ച് നടത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് സന്തോഷമുണ്ടെങ്കിലും ദുഃഖമാണ് സുധിച്ചേട്ടന്റെ സാന്നിധ്യമില്ലാത്തതിൽ. പിള്ളേർക്ക് രണ്ടുപേർക്കുമുള്ള വീട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സുധിച്ചേട്ടന്റെ ആത്മാവും സന്തോഷിക്കുമെന്ന് രേണു പറഞ്ഞു. സുധിയുടെ മകൻ ഇപ്പോൾ കൊല്ലത്തുള്ള കോളേജിൽ ആനിമേഷൻ പഠിക്കുകയാണ്. സുധിയുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഒരു കൊച്ചു വീടായിരുന്നു. എന്നാൽ ഇപ്പോൾ സുധിയുടെ സ്വപ്നത്തിലും മനസ്സിലുമുണ്ടായിരുന്ന വീടിനേക്കാളും വലിയ വീട് തന്നെ സുധിയുടെ പ്രിയപ്പെട്ട രേണുവിനും മക്കൾക്കും ലഭിച്ചു. ആ വീടിന്റെ താക്കോലാണ് ഇപ്പോൾ രേണുവിനും മക്കൾക്കും കൈമാറിയിരിക്കുന്നത്. തന്റെ സുധിച്ചേട്ടന് ഒരു പ്രാവശ്യം ഒരു ദിവസം പോലും പുതിയ വീട്ടിൽ കിടക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് രേണുവിന്റെ സങ്കടം. അച്ഛന്റെ ഏറെ നാളത്തെ സ്വപ്നമായ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സാധ്യമായതിന്റെ സന്തോഷത്തിലാണ് സുധിയുടെ മകനും. തന്റെ പൊന്നുമകന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന വീടിന്റെ പാലുകാച്ച് ചടങ്ങിന് സുധിയുടെ അമ്മയടക്കം സുധിയുടെയും രേണുവിന്റെയും കുടുംബത്തിൽ നിന്ന് എല്ലാവരും എത്തിയിരുന്നു.